ഒരു സോഡ. എന്താ അതുക്കാ ഇന്ന് കച്ചവടം പൊടി പഠിച്ചോട്ടുണ്ടല്ലോ? ഇന്ന് പൊടി പൊടിച്ചില്ലെങ്കിൽ മോന്തി ആവുമ്പോ പൊരേ ചെല്ലാൻ പറ്റൂല. അതെന്താ അതുക്കാ? എന്റെ മോക്ക് ടൂറ് പോകാനുള്ള പൈസ കൊടുക്കണം നാളെ. അതില്ലാണ്ട് അങ്ങോട്ട് ചെന്നാ ഓളെ കണ്ണും മൂറും കാണാൻ എന്നെ കൊണ്ട് പറ്റൂല. കുട്ടികളെങ്ങനെയാ? ഓർക്ക് വേണ്ട കൊടുത്തല്ലേ പറ്റൂ. ഞാൻ ഈ പെടാപാട് വിടുന്നതൊക്കെ എന്റെ കുട്ടികളെ നല്ല നിലയിൽ എത്തിക്കാൻ വേണ്ടിയാ. ഒടുക്കം ഒരു തിരിഞ്ഞു വെത്താതിരുന്നാ മതിയായിരുന്നു. ഞാനേതായാലും വീട്ടിക്കൊന്ന് ചെല്ലട്ടെ. അസ്സലാമു അലൈക്കും. ഓളെ ഒറ്റയ്ക്ക് കിട്ടിയാൽ മതിയായിരുന്നു റബ്ബേ. കൂട്ടത്തിലാവുമ്പോ ഓക്ക് കുറച്ചിലാവും. മീൻകാർ അദ്ദുവിന്റെ മോളുടെ കൂടെ കളിക്കാൻ പിന്നെ കുട്ടികളും ഉണ്ടാവില്ല. എന്താ ഒരു വഴി? സഹീറ, ഉപ്പ. ഉപ്പയോ? ആരുടെ ഉപ്പ? എന്റെ ഉപ്പ. മോളെ, നിങ്ങളുടെ സൈറയ ഞങ്ങളുടെ ക്ലാസ്സിൽ ഏറ്റവും നന്നായി പഠിക്കുന്ന കുട്ടി. അതെയോ? അല്ലപ്പ, ഒരു വ്യക്തി അല്ലല്ല. മാഷ്മാർക്ക് ഇവളെ എന്ത് ഇഷ്ടാണെന്നറിയോ? ഏതായാലും മോള് ചെന്ന് ഈ പൈസ മാസ്ക് കൊണ്ടുകൊടുക്കും. അപ്പോ മക്കള് വെക്കോ. അസ്സലാമലൈക്കും. വാലൈക്കും. അല്ലാത്തോ അന്റെ മീൻ കച്ചവടം സ്കൂളിലും തുടങ്ങിയോ? അല്ല, ഞാൻ മോക്ക് ടൂറിന് പോകാനുള്ള പൈസ കൊടുക്കാൻ വന്നതാ. ആ അതന്നെ, മോനും പറഞ്ഞ് എന്നാണ് ലാസ്റ്റ് ദിവസം. ഞാനും അതിന് വന്നതാ. ഞാൻ അവളെ ഒറ്റയ്ക്ക് വിളിച്ച് പൈസ കൊടുക്കാന്ന് കരുതി വന്നിരുന്നു. അപ്പോഴേക്കിനും ഓള് കൂട്ടുകാരെല്ലാം കൂട്ടി ഓടി വന്നിരിക്കണ ആ കുട്ടികളെ മുന്നില് ഞാൻ ഐസായിപ്പോയി. ഓളിന്റെ ബാപ്പ അതെന്ന് പറഞ്ഞപ്പോ എന്താ നിങ്ങളോട് ഞാൻ പറയാ? ഓള് നിന്റെ ബാപ്പയാണെന്ന് പറഞ്ഞില്ലേ? വീട്ടില് മീൻ കൊണ്ടുവരുന്ന ആളാണെന്ന് പറഞ്ഞില്ലല്ലോ? അതോ നീ ഒന്ന് മനസ്സിലാക്കിക്കോ. സ്വന്തം ബാപ്പാന് ആരെ മുമ്പിലും ബാപ്പാന്ന് പറയാനുള്ള മനസ്സുണ്ടല്ലോ, ആ വിദ്യാഭ്യാസമാണ് ഓൾക്ക് കിട്ടേണ്ടത്. അന്റെ മോള് അമ്പത്തിയാടോ. എന്നാലും സാഹിബേ, ഒരെന്നാലും ഇല്ല. എഞ്ചിനീയർ ആവാനും ഡോക്ടർ ആവാനും മാത്രമല്ല, മനുഷ്യനാവാനും കൂടി പഠിക്കണം കുട്ടികള്. അതില്ലാത്തതിന്റെ കുറവാ കുത്തിക്കൊന്നും ഒളിച്ചോടി പോയി നോക്കെ ദിവസവും നമ്മൾ പത്രത്തിൽ വായിക്കുന്നത്. പഠിപ്പ് മാത്രം പോരാ, സംസ്കാരം കൂടി ഉണ്ടാവണം. എന്നാലേ വിദ്യാഭ്യാസം പൂർണ്ണമാകും.